ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. സിമ്പിളായിട്ട് കുറച്ച് നേരം കൊണ്ട് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് ജീരകശാല റൈസ് തന്നെയാണ്. അത് ഈ ഒരു ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുള്ളത്. അരി അളന്നെടുക്കുന്നത് ഏത് ഗ്ലാസ് കൊണ്ടാണോ അതോ ഏത് പാത്രം കൊണ്ടാണോ ആ പാത്രം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള വെള്ളവും എടുക്കുക. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെള്ളം എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ആദ്യം നല്ലപോലെ വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അരി നല്ലപോലെ കഴുകി വച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അരമണിക്കൂർ ഞാൻ സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഈ റൈസ് സോക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റൈസിലേക്കുള്ള സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇല്ലേ അതൊക്കെ വറുത്ത് കോരി വെക്കാം. സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 3 സവാള ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഈ സവാള വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീൻചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ട് സവാള ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അത് ഈ സവാള ആയിട്ടുണ്ട്. ഞാൻ ഈ സവാള ഓയിലിൽ നിന്ന് മാറ്റുകയാണ്. ഇതേപോലെ ബാക്കി എല്ലാ സവാളയും വറുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാ സവാളയും ഇതേപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ഓയിലിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം മുന്തിരി ഇട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ മുന്തിരി ആയിട്ടുണ്ട്. ഞാനിത് ഓയിലിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഈ ചീഞ്ചട്ടിയിൽ തന്നെയാണ് ചിക്കൻ കറി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ഓയിൽ കൂടുതലാണ്. അപ്പോൾ ഞാൻ അതൊക്കെ തെക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ മാത്രമേ ചീഞ്ചട്ടിയിൽ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ടീസ്പൂണാണ് ഞാനിതിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. 1 ഉണ്ട വെളുത്തുള്ളി, 1 മീഡിയം സൈസ് ഇഞ്ചി, 2 പച്ചമുളക്. ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന വരെ ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. 3 സവാള അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. സവാള വാടി വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വയ്ക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളക് പൊടിയൊക്കെ മൂത്ത് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി വാടി വരുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കാം. തക്കാളി വാടി വരുന്നത് വരെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. തക്കാളി വാടി വരുന്ന ടൈമിൽ നമുക്ക് ചിക്കൻ്റെ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിപ്പോൾ 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ല പോലെ വാഷ് ചെയ്ത് വെച്ചുള്ള ചിക്കനാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ്. പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ഈ ടൈമിൽ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ നല്ല പോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല ഒരു പ്ലേറ്റിലേക്ക് പകർത്തി വെക്കുകയാണ്. എന്നിട്ട് ഈ മസാലയുടെ ചൂട് ആറിയതിന് ശേഷം മിക്സർ ജാറിൽ ഇട്ടിട്ട് ഇത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ചട്ടിയിൽ തന്നെ നമ്മൾ നേരത്തെ സവാള വറുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എക്സ്ട്രാ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലപോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഈ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ മസാല പുരട്ടിയിട്ട് കുറേ ടൈമൊന്നും ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല. പുരട്ടി ചെയ്ത് അപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഷാലോ ഫ്രൈ മാത്രമാണ് ചെയ്തെടുക്കണം. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ചിക്കൻ്റെ മൂടി തുറന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ചിക്കൻ ഇതുപോലെ ഒന്ന് മൂടി തുറന്നതിന് ശേഷം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന ഈ വെള്ളം ചിക്കനിൽ നിന്ന് ഊറി വന്നിട്ടുള്ള വെള്ളമാണ്. അതൊക്കെ ഒന്ന് വറ്റി പോകണം. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. റൈസ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് റൈസ് ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കാനായിട്ട് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് അടുപ്പത്ത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രം ചൂടായി വന്നാൽ നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. 1 കറുവപ്പട്ട, 3 ഗ്രാമ്പു, 1 തക്കോലം, 3 ഏലക്കായ, 1 ബേ ലീഫ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ കറുവപ്പട്ടയൊക്കെ, അതൊക്കെ ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്തപ്പോൾ തന്നെ 1 ഉണ്ട വെളുത്തുള്ളി, 1 മീഡിയം സൈസ് ഇഞ്ചി, 2 പച്ചമുളക്, ഇത് അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 സവാള അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി വരുന്ന വരെ ഇളക്കി കൊടുക്കാം. സവാള വാടി വരുന്ന നേരം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം എടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ് കൊണ്ട് തന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ അതിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. സവാള വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവൊന്ന് മുന്തി നിൽക്കണം. എന്നാലാണ് റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് റൈസിലേക്കുള്ള ഉപ്പ് പാകമായി വരുള്ളൂ. ഇനി ഈ വെള്ളം തിളച്ച് വരട്ടെ കേട്ടോ. ഇതാവുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ചിക്കൻ്റെ കണ്ടോ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്.
ഈ മസാലയുടെ ചൂട് ആറിയിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തിട്ടുള്ള ഈ അരപ്പ് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് അരിപ്പുണ്ടാവുമല്ലോ, അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. വേണ്ട, അപ്പോൾ ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ കറി നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണി റൈസിൻ്റെ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ടൈമിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവ് മുന്നിട്ട് നിൽക്കണില്ലേന്നൊക്കെ വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. റൈസ് ഇട്ടെടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കുകയാണ്. 7 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റ് അല്ലേന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഉപ്പിട്ടിട്ട് തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്തിട്ട് വേണം ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ഇതും കൂടിയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ചിക്കൻ കറി മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബിരിയാണിയുടെ കോമ്പിനേഷനായിട്ടാണ് വെച്ചിട്ടുള്ളത്. ബിരിയാണിക്ക് മാത്രമല്ല, നമ്മുടെ സാധാ വൈറ്റ് റൈസിൻ്റെ ഒപ്പം അതുപോലെ തന്നെ പൊറോട്ടയുടെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ ഇങ്ങനെ വെച്ചാലും ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബിരിയാണി റൈസ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് ഓഫ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് ഇത് തുറക്കരുത്, ഇതേപോലെ അടഞ്ഞിരിക്കട്ടെ കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കുകയാണ്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈസിൻ്റെ വേവ് കറക്റ്റ് അല്ലെന്ന് നോക്കട്ടെ കേട്ടോ. നോക്കിയപ്പോൾ ഇത് കറക്റ്റാണ്. റൈസ് പാകം വേവിനാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നിനോടൊന്ന് ഒട്ടിയിട്ട് ഒന്നുമില്ല. ഇതിങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആവണം കേട്ടോ. കേട്ടോ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫോർക്കോണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ആ കറുവപ്പട്ട, ആ തക്കോലം, ആ ഗ്രാമ്പൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇല്ലെങ്കിൽ നമ്മൾ നല്ല ആസ്വദിച്ച് ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ വായിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ബിരിയാണിയുടെ ടേസ്റ്റേ പോവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇത് പറക്കി കളയണത്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മുകളിൽ വന്ന് പൊന്തി കിടക്കുന്നുണ്ടായിരിക്കും. ഇനി അഥവാ വന്ന് കിടക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോർക്കൊണ്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ഒരു കണക്കുണ്ടാവില്ല അതിനൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാതും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ബിരിയാണി ഗാർണിഷ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഫോർക്ക് കൊണ്ട് ഒന്ന് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളത് ദമ്മ് ചെയ്യണില്ലല്ലോ, സെപ്പറേറ്റ് ആണ് റൈസും വെക്കുന്നത്, ചിക്കന് സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഫോർക്ക് കൊണ്ട് ഒന്ന് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വെക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പലരും ഡയറക്റ്റായിട്ട് പറഞ്ഞു സെപ്പറേറ്റ് വീഡിയോ ഇട്ട് തരുമോ, അതുപോലെ തന്നെ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. ദമ്മ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ദമ്മ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ബിരിയാണി റൈസും ചിക്കനും സാലഡൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ പകർത്തി വെച്ചിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഇതിപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും ബിരിയാണി റൈസിൻ്റെ ഒപ്പം ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയ മോഡൽ ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ കഴിക്കാൻ ദം ചെയ്തത് വേറൊരു ടേസ്റ്റ്, ഇങ്ങനെ കഴിക്കാൻ വേറൊരു ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.